ചെയ്യുന്ന മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോ എപ്പിസോഡ് ആയിട്ടാണ്. അത് കണ്ടമാനം വണ്ടികൾ പുതുതായിട്ട് കയറിയിട്ടുണ്ട്. പുതിയ വണ്ടികൾ പറഞ്ഞ ഒരു 5-8 വണ്ടികൾ പുതിയത് ഇന്നലെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്നലെ ഇന്നും കൂടി ആയിട്ട് കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികളാണ്. വാഗണർ ചെറിയ വണ്ടികൾ കാര്യമായിട്ട് ഒരു 1.5, 2, 3 ലക്ഷം റുപ്യന്റെ താഴെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് 2 യാർഡിലായിട്ടും. അപ്പോ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോണ നല്ല കിഡിലെ ഒരു വാഗണർ കേട്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിലേറെ ക്വാളിറ്റി വാഗണർ നിങ്ങൾക്ക് കുറഞ്ഞ മോഡൽ കിട്ടില്ല. അത്രയും പക്ക കണ്ടീഷൻ വണ്ടി. എന്താ ബോഡി ഷേപ്പ് ഒക്കെ പറഞ്ഞാൽ ഒരു ടച്ചിങ് പോലും നല്ല കയറാത്ത നല്ല ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ. ടയറ് കാര്യമൊക്കെ ഒരു 80% ടയറ് കാര്യമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ 2012 2-ാം മാസം വണ്ടി കേട്ടോ. 2012 2-ാം മാസം 27 2-ാം മാസം വരെ റിന്യൂവല് കാര്യമൊക്കെ അല്ലേ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല സീറ്റ് കവറ് സെറ്റ് ഇന്റീരിയർ AC പവർ സ്റ്റാൻഡിങ് പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. 2 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. 2012 2-ാം മാസം വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. നല്ല സീറ്റ് കവറ് കാര്യങ്ങള് നല്ല ടയറൊക്കെ 4 ടയർ വരെ 80% ടയറ് കാര്യമൊക്കെ ഉണ്ട്. 80% ടയർ ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഒക്കെ അല്ലേ വണ്ടി കേട്ടോ. 80,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. KL 56 22 21 ഫാൻസി നമ്പർ കാര്യമൊക്കെ വരുന്ന കോഫി കളർ. ഏറ്റവും നല്ല മാർക്കറ്റിലെ കളറാണ് കോഫി കളർ. നല്ല അടിപൊളി വണ്ടി. വാഗണർ അവര് 2 റുപ്യന്റെ താഴെ ചോദിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. 2 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. 2012 വാഗണർ. ഇഞ്ചർ റൂമൊക്കെ പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി വണ്ടി കേട്ടോ. വേണമെങ്കിൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു തരാം. പക്ക വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ലാത്ത ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ. ഒറിജിനാലിറ്റി വാഗണർ വേണമെങ്കിൽ അപ്രോണ് കാര്യമൊക്കെ പക്ക പൊട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല ഒറിജിനൽ വണ്ടി കേട്ടോ. നല്ല ബോഡി ഷേപ്പില്ല. പാനലോ കാര്യമൊന്നും മാറിയിട്ടില്ല. ഒറിജിനാലിറ്റി വണ്ടി. ഇഞ്ചർ റൂമൊക്കെ കണ്ടളി. നല്ല വണ്ടി. വാഗണർ ചോദിക്കണോല് 2 രൂപന്റെ താഴത്തേക്ക് ചോദിക്കണോലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. 2027 വരെ പേപ്പറും കാര്യമൊക്കെ അല്ല വണ്ടി. വാഗണർ കേട്ടോ. ഓക്കെ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിഡിലെ ഒരു റെഡ്സ് കേട്ടോ. എന്താ വെച്ചാൽ കണ്ടമാനം ഇതൊക്കെ പുതിയ വണ്ടി കേട്ടോ. പുതിയ പഴയ വീഡിയോയിലൊന്നും ഇല്ലാത്ത സ്റ്റോക്കുകളാണ് കാണിക്കണേ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ നല്ല സൂപ്പർ കമ്പനി ഹിസ്റ്ററി കാര്യമൊക്കെ അല്ലേ. KL 55 N66 76 വണ്ടി നമ്പർ നോക്കിക്കോളി. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ 2013 ന്യൂ ഷേപ്പിൽ വരുന്ന പുതിയ മോഡലിൽ വരുന്ന റെഡ്സ് കേട്ടോ. റെഡ്സ് ഡീസൽ VDI ചോദിക്കണോലാണ് കൊണ്ടുപോയിക്കോളി. നല്ല ഫുൾ ഗ്യാരണ്ടി വണ്ടി. ഇത് തുറന്നടാ. ഫുള്ള് ഗ്യാരണ്ടി വണ്ടി. ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളി. നല്ല അടിപൊളി ലെതറിന്റെ സീറ്റ് കവറ്. കറക്റ്റ് 1 ലക്ഷത്തില് ടൈമിംഗ് ചെയിന് കാര്യമൊക്കെ മേജർ സർവീസ് ഒക്കെ കമ്പനി ചെയ്ത വണ്ടി കേട്ടോ. 1,10,000 കിലോമീറ്റർ ഓടിക്കണ ഒന്നത്തെ സർവീസ് ഇപ്പൊ എടുത്തുകാണ്ട് വെച്ച വണ്ടിയാണ് VDI വണ്ടി. കറക്റ്റ് ഹിസ്റ്ററിയിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ 2013 റെഡ്സ് VDI ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഫുള്ള് ഫിറ്റിങ്സും കാര്യമൊക്കെ ഉണ്ട്. ടയറ് കാര്യമൊക്കെ ഒരു 80% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും കോഫി കളറിൽ തന്നെ വണ്ടി വരുന്നത്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. റെഡ്സ് VDI കേട്ടോ. KL 55 N66 76 നിങ്ങൾക്ക് കമ്പനിയിൽ വേണമെങ്കിൽ വണ്ടി നമ്പർ ഇട്ട് നോക്കിയാൽ ഹിസ്റ്ററിയും കാര്യമൊക്കെ കിട്ടും. കറക്റ്റ് VDI റെഡ്സ് ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണ നല്ല ബോഡി ഷേപ്പില്ല വണ്ടി കേട്ടോ. മാക്സിമം നമുക്ക് മറ്റീമൊക്കെ മാക്സിമം ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യട്ടോ. വാഗണർമ ആണെങ്കിൽ ഒരു 1.5 ലക്ഷമൊക്കെ ലോൺ തരും. ഇതിമി വേണമെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ ഒക്കെ ലോൺ തരും. നമ്മള് 3.25 ഇതിന് ചോദിക്കണം കേട്ടോ. വില നെഗോഷ്യബിൾ ആണ്. നല്ല 13 മോഡല് ലാസ്റ്റ് വണ്ടി ന്യൂ ഷേപ്പിൽ വരുന്ന 1 ലക്ഷം കറക്റ്റ്. ഡീസൽ വണ്ടി ഒന്നും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടികൾ കിട്ടൂല കേട്ടോ. 1 ലക്ഷം കറക്റ്റ് സർവീസ് ഒന്നുമില്ല. ടൈമിംഗ് ചെയിനൊക്കെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് മാറിയ വണ്ടിയാണ്. ഇഞ്ചർ റൂമൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ക വണ്ടിയാണ്. ഇഞ്ചർ റൂമൊക്കെ പറഞ്ഞാൽ ഒരു റീപ്ലേസ്മെന്റോ കാര്യമൊന്നുമില്ല. ഒന്ന് സർവീസ് ചെയ്യാണ്ടെന്നുള്ളൂ. ടൈമിംഗ് ചെയിനൊക്കെ കറക്റ്റ് മാറിയതാണ്. നല്ല ബോഡി ഷേപ്പിൽ ഇഞ്ചർ റൂം കാര്യമൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് പാർക്കിംഗ് സൈഡിൽ ഇട്ടാണ് ഇന്ന് വന്നിട്ടുള്ളൂ. നമ്മളൊന്ന് സർവീസ് ചെയ്യാണ്ട് ഇന്റീരിയർ പോളിഷ് ഒന്നും ചെയ്യാല്ല. വേണമെങ്കിൽ ചെയ്ത അടിപൊളി വണ്ടിയാണ്. 100% ക്വാളിറ്റി. 2013 മോഡല് VDI ഡീസൽ 1 ലക്ഷം കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല വണ്ടി. 3.25 കേട്ടോ.
ഓക്കെ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിഡിലും ഒരു ഓട്ടോമാറ്റിക് ഇടോ, നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി, ചെറിയ പൈസക്ക് ഫുൾ ലോണില്, അതും ഫുള്ള് ലോൺ ഇട്ടോ, ഒരു പൈസ മുടക്കാതെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഓട്ടോമാറ്റിക് വാഗണർ ചോദിക്കണോലാണ് ഇത് കൊണ്ടേക്കോളി. 2016 1-ാം മാസം വണ്ടി ഇട്ടോ, മോഡല് 15 ഉള്ളൂ. ഉപയോഗിക്കണതിനനുസരിച്ച് 2016 പറഞ്ഞാൽ തന്നെ ഉപയോഗിക്കാം. 2016 2031 റിന്യൂവലും കാര്യമൊക്കെ വരുള്ളൂ. 2016 1-ാം മാസം വണ്ടി, വാഗണർ ഓട്ടോമാറ്റിക് ഇട്ടോ, ഗിയറൊക്കെ കാണിച്ചെടുത്തോളൂ ഓട്ടോമാറ്റിക്. നല്ല പിന്നെ സെറ്റ് കാര്യം, 4 ഡോറ്, വിൻഡോ, AC, പവർ സ്റ്റാരിങ്, സ്റ്റാരിങ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി ട്ടോ. ചെറിയ പൈസക്ക് കൊടുക്കട്ടെ, 3,10,000 രൂപക്ക് ഓട്ടോമാറ്റിക് വാഗണർ 2016 1-ാം മാസം ഫുള്ള് പണി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, അന്ന് വർക്കും കാര്യമൊന്നും കഴിയാതൊന്ന് വെറുതെ ജസ്റ്റ് കാണിച്ചു. ഇനിയിപ്പോ എടുക്കണവർക്ക് ഒന്നും നോക്കാണ്ടാവില്ല. ടയർ കാര്യമൊക്കെ 80% ടയറാണ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളെ നമ്മൾ ചെയ്യാണ്ടാവുള്ളൂ. എല്ലാ വണ്ടിക്കും നിങ്ങൾ വേണമെങ്കിൽ കണ്ടമാനം വണ്ടികൾ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ഇങ്ങനെ കാണിക്കും, കടയിലുള്ള വണ്ടികൾ മൊത്തത്തില്. അപ്പൊ നിങ്ങൾക്ക് ഏതായാലും പറ്റുന്ന വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. 2-3-4 നമ്പർ കാര്യങ്ങളൊക്കെ ലൊക്കേഷന് കാര്യമൊക്കെ നമ്മൾ കൊടുക്കും, കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് എല്ലാ മുട്ടേരും നമ്മൾ കുറെ പറഞ്ഞു തന്നെ ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് എല്ലാവരും പറയും, ചിലപ്പോൾ പറഞ്ഞു തന്നെ പറയല്ലേ റഷ്യാക്ക. അപ്പൊ എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് പറഞ്ഞതിന്. 2016 മോഡൽ വണ്ടി, VXI ഓട്ടോമാറ്റിക്, മേജർ ഫ്ലഡ് കാര്യം ഇതൊന്നും ഇല്ലാത്ത 4 ടയർ, 80% കാര്യമൊക്കെ അല്ലെ. 3-10 ഫുള്ള് ലോണും കൊടുക്കാം, 3-10 ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ആവശ്യക്കാര് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ വിളിച്ചോളി. നല്ല അടിപൊളി വണ്ടി ട്ടോ, 3-10 ട്ടോ. അവിടുന്ന് ഇങ്ങനെ പിടിച്ച് വന്നാൽ ഇഞ്ചർ റൂമൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണട്ടോ. നല്ല അടിപൊളി ഇഞ്ചർ റൂം, മേജർ അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇവിടൊക്കെയാണ് ആൾക്കാർ നോക്കല്, അപ്രോണ്. അതേമാതിരി ഈ ഭാഗം ഒന്നും തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ക അപ്രോണ് കാര്യമൊന്നും പൊട്ടിക്കാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ട്ടോ. 3,10,000 രൂപ. ബോണറ്റ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണറ്റ്, പാനല്, ചെറിയ അല്ലറ ചില്ലറ പണിയാള്, മേജർ ഇതൊന്നുമില്ല. 3,10,000 രൂപയ്ക്ക് 2016 ഓട്ടോമാറ്റിക് വാഗണർ കേട്ടോ. ഓക്കെ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ചെറിയ ഒമിനി, ഇഷ്ടംപോലെ ആള് ചോദിക്കണ റഷ്യാക്ക, കുറഞ്ഞ വിലന്റെ ഒമിനി ഉണ്ടോ? MTFI ഇഞ്ചട്ടോ, കാർപ്പറ്റ് അല്ല, നല്ല വൃത്തിക്കാരൻ, 2007 മോഡല്, നല്ല അടിപൊളി വണ്ടി. ചെറിയ വിലക്ക് ഒമിനി ചോദിക്കണോല് കൊണ്ടേക്കോളി. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. 7-8 വേണമെങ്കിൽ പോവും ചിച്ചാ. 2 സീറ്റ് കാര്യങ്ങളൊക്കെ അല്ല വണ്ടി. ബാക്കിലും 2 സീറ്റ് ഉണ്ട് കേട്ടോ. 80,000 രൂപയ്ക്ക് 2008 മോഡൽ ഒമിനി, 2007 മോഡൽ ഒമിനി എടുക്കട്ടെ. 27 ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ അല്ല വണ്ടി. പേപ്പറൊക്കെ തന്നെ ഉണ്ടാവും, കോപ്പി നമുക്ക് നോക്കാം. അതും ഫസ്റ്റ് ഓണർ ആട്ടോ. വണ്ടി കിടക്കണത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, എവിടുന്നും കിട്ടൂല. 2007 ഫസ്റ്റ് ഓണർ. 27 മെയ് വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. നല്ല അടിപൊളി വണ്ടി, നല്ല ബോഡി ഷേപ്പ്. ഉള്ളൊക്കെ വേണമെങ്കിൽ കാണിച്ചിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ, 2 സീറ്റും കാര്യം ഉള്ളത് ആൾക്കാർക്ക് സെറ്റപ്പ് വണ്ടി. 2007 മോഡല്, 27 മെയ് വരെ ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് ഒമിനി. 80,000 രൂപക്ക് നമുക്ക് കൊടുക്കട്ടോ. 80 രൂപക്ക് ഫൈനൽ കൊടുക്കാം. ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടേക്കോളി. കാരിയർ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. കാരിയറൊക്കെ ലോഡ്, ഈ ചെറിയ ആവശ്യക്കാർക്കൊക്കെ കാരിയറും കാര്യമൊക്കെ കുട്ടിയതാണ്. ഈ ഫാബ്രിക്കേഷന് അങ്ങനത്തെ ടീമാരൊക്കെ വരല്ലോ, അവർക്കൊക്കെ സാധനമൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. നെറൂലും സാധനം ലോഡൊക്കെ വെച്ചാൽ. നമ്മൾ ഒറിജിനൽ മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിലെ 2017 അല്ല 2007 27 പേപ്പറിലെ വണ്ടി 80,000 രൂപ. നല്ല വൃത്തിക്കാരുടെ, നല്ല ബോഡി ഷേപ്പാ. 2007 ഇങ്ങനെ ബോഡി ഷേപ്പിൽ കിട്ടലില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാ. അടുത്ത് നമ്മള് പരിചയപ്പെടുത്താൻ പോണ വെറും 60 കിലോമീറ്റർ ഓടിയ പെട്രോൾ റെഡ്സ് കേട്ടോ. റെഡ്സ് പെട്രോൾ ആരെങ്കിലും കൊണ്ടേക്കോളി. ഇതൊക്കെ ഇന്നലെ കയറി യാർഡിക്ക് എത്തണുള്ളൂ, പുറത്തന്നെ ഇട്ടിട്ടാണ്. നല്ല വൃത്തിയില്ല വണ്ടി. നല്ല സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ പറയാണ്ടാവില്ല, ജാതി അടിപൊളി സീറ്റ് കവറാണ്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. ഇന്റീരിയല് കാര്യമൊക്കെ പറഞ്ഞ പക്കയാണ്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്.
6000 കിലോമീറ്റർ മാത്രം ഓടിയ പിന്നെ പെട്രോൾ റേറ്റ്സ് വേണ്ടിയാല് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. 2,10,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2,10,000 4 ഡോർ വിൻഡോ കാര്യം AC പവർ സ്റ്റാരിങ് ഒക്കെ വരും. 4 ഡോർ വിൻഡോ വരും, AC വരും, പവർ സ്റ്റാരിങ് വരും, പവറിന്റെ വരും, സെൻട്രൽ ലോക്ക് വരും. ടയറൊക്കെ പറഞ്ഞാൽ ഒരു 80% 90% ഒക്കെ ടയറുണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടികളും ടയറ് കാര്യമൊക്കെ ഫുൾ കട്ട ടയറുകളാട്ടോ. VXI ആണ് ഇത് ഓപ്ഷൻ വരുന്നത്. നല്ല VXIയിലാണ് ഓപ്ഷൻ വരുന്നത്. നല്ല വൃത്തിക്കാര ഒറിജിനാലിറ്റി വണ്ടി. ഇതൊക്കെ റെഡ്സ് VXI ട്ടോ. ബാക്കിന്ന് ഫുള്ള് ഫോട്ടോ കാണുന്ന മാതിരി എടുത്തു കൊടുക്കാൻ. നല്ല അടിപൊളി വണ്ടി പറഞ്ഞാല് 66,000 ഓടിയ വണ്ടിയൊന്നും കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. വണ്ടിന്റെ നമ്പർ കാണിച്ചു കൊടുത്തോളാം. ഹിസ്റ്ററി ഒക്കെ വണ്ടികൾ എടുത്തോട്ടെ. 5599 ഫാൻസി കട്ട നമ്പർ കേട്ടോ. ടയറൊക്കെ പറഞ്ഞാൽ 90% എല്ലാ ടയറുകളും ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട്. മേജർ ഒന്നും ഇല്ലാത്ത വണ്ടി. ഇപ്പൊ പോളിഷ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വരാണ്. 2,10,000 റുപ്യക്ക് പെട്രോൾ റെഡ്സ് കേട്ടോ. ആവശ്യക്കാര് വിളിച്ചോളി. വേഗം വിളിക്കണവർക്ക് ഈ വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. വിളിച്ചുമ്പത്തിന് ആൾക്കാർ പറയാണ് വിളിച്ചുമ്പത്തിന് വണ്ടി വിറ്റല്ലേ റഷ്യാക്ക, എന്താ നിങ്ങള് ഞമ്മക്ക് വിളിക്കുമ്പോ കിട്ടുന്നില്ല. അപ്പൊ ആവശ്യക്കാര് കുറെ ആൾക്കാർ വില കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട്. വില കൂടുതലുണ്ടോ നിങ്ങള് വേറെ 2-3 യാർഡിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം വില കൂടുതലുണ്ട്. 66,000 ഓടിയ റെഡ്സ് ഒക്കെ 2,10,000 റുപ്യക്ക് 2012 മോഡൽ വണ്ടിയാട്ടോ. നല്ല കിഡിലം വണ്ടി. പെട്രോൾ റേറ്റ്സ് ഡീസൽ അവിടെ നമ്മൾ കാണിച്ചു 1,00,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഇല്ലേ. ഇഞ്ചർ റൂമൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. നല്ല പക്ക കണ്ടീഷനാണ്. അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടൊന്നും ഇല്ലാത്ത വണ്ടി. ആവശ്യക്കാര് വന്നാല് വണ്ടി വേണ്ടിയാല് വന്നോളി. വേഗം വേഗം വിളിക്കണവർക്കേ കിട്ടുള്ളൂ. ആണോ പാനല് കാര്യമൊന്നും മാറിയിട്ടില്ല. അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല. നല്ല VXI ഇഞ്ചർ റൂമൊക്കെ ഉണ്ടോ. ആൾക്കാര് ആസിഫ് പറഞ്ഞ ചോറുന്നാൻ പറ്റിയ ഇഞ്ചർ റൂം. നല്ല വണ്ടി ട്ടോ. പാനലോ ഇതൊന്നും ബോണറ്റോ കാര്യമൊന്നും മാറാത്ത വണ്ടി. ഒറിജിനാലിറ്റി വണ്ടിയാണ്. 2,10,000 രൂപക്ക് 2012 60,000 ഓടിയ റെഡ്സ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ട ഇപ്പൊ പിന്നെ വണ്ടി വരികയാണ്. നമ്മൾ കഴുകിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. 2017 മോഡല് 66,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഇല്ല. KL 27 5899 HUC ലീവ് കേട്ടോ. HUC ലീവ് 17 മോഡലൊക്കെ ചോദിക്കണോലുണ്ടെങ്കിൽ നാളേക്ക് വണ്ടി കയറും പോളിഷ് ചെയ്തിക്കാണ്ട്. പിന്നെ 4,25 കൊടുക്കട്ടോ. 4,25 17 മോഡല് ലീവ് കൊടുക്കട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. ഇന്റീരിയലൊക്കെ പറഞ്ഞ പക്ക ഇന്റീരിയലാട്ടോ. സീറ്റാറ് കാര്യം അതിന് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ട് ആൾക്ക് എടുത്തുവെച്ചിക്കാണ്ട് നമ്മള് പോളിഷ് പരിപാടികളൊക്കെ ചെയ്തിക്കാണ്ടാണ് കൊടുക്കണേ. 4 ഡോർ വിൻഡോ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന VXI അല്ല മറ്റേ ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരുന്ന ലീവ് കേട്ടോ. ഇതിനൊരു പെട്ടിയൊക്കെ ഒഴിവാക്കാണ്ട് ബ്രേക്ക് ലൈറ്റ് നമ്മൾ മാറ്റിയതാ. ഒരു ബ്രേക്ക് ലൈറ്റ് മാറ്റാണ്ട് അതിന് അതൊക്കെ നമ്മൾ പുതിയത് ഇട്ടിക്കണേ. അല്ല ഇനി ഇന്റീരിയല് പോലീസ് സർവീസ് ഒക്കെ ചെയ്തിക്കാണ്ട് നാളേക്ക് വണ്ടി വരും. ആവശ്യക്കാര് ഫുള്ള് ഏകദേശം മാക്സിമം ലോൺ തരും കേട്ടോ. 4,400 നമ്മൾ ചോദിക്കണത്. 4,400 2017 ലീവ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ബാക്ക് വാക്ക് എടുത്തോളൂ. ബാക്ക് വൈബർ V ഓപ്ഷൻ അത് വരുന്നുണ്ട്. വിയില് 2017 V ഓപ്ഷന് പിന്നെ 66,000 കിലോമീറ്റർ ഓടിയ ലീവ. ഇത് പോളീസ് ഇതൊക്കെ പൊടിയാട്ടോ. ഇതൊക്കെ പൊടിയാണ്. ആകെ നമ്മൾ ഫുള്ള് സർവീസ് പോളീസ് ഇന്റീരിയലൊക്കെ ചെയ്തിക്കാണ്ട് നമ്മള് 4,400 ഏകദേശം എന്റെ അഭിപ്രായം ഇതിന്മേ 4 റുപ്യ 4,25 ഫുൾ ലോൺ കയറും കേട്ടോ. 17 മോഡൽ ആവുകൊണ്ട് 4,400 ലോണും കയറാൻ ചാൻസ് ഉണ്ട്. 17 V ഓപ്ഷനിൽ വരുന്ന പെട്രോളിലാട്ടോ. 66,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല ലീവ് ചോദിക്കണോലുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. 4,400 ഒരു ഷിഫ്റ്റ് കിട്ടൂല കേട്ടോ. ഈ റേഞ്ചിലൊന്നും 4,400 2017 അത് ദുനിയാവ് കൂടി ആകെ അന്വേഷിച്ച് പിടിച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി നമ്മള് വില ഏറുണ്ടോ ഇല്ലെന്നൊക്കെ. അന്നാണ് വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് ഡെയിലി കയറുന്ന വണ്ടികൾ എല്ലാ വണ്ടികളുണ്ട്. 2 യാർഡിലായിട്ട് അവിടെ ഇവിടെയൊക്കെ യാർഡിലായിട്ട് ഇഷ്ടം പോലെ വണ്ടി. നിങ്ങൾ വിളിച്ചോളി. ലൊക്കേഷന് കാര്യം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ 2-3 നമ്പർ കൊടുക്കും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് കാര്യമൊക്കെ വിട്ടു വരും. ഓക്കെ.
അത് കണ്ടമാനം ചെറുവണ്ടികൾ ഇട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ചെയ്യണ ചിലപ്പോ 2-3 വാഗണറൊക്കെ ആവും. എന്താ വെച്ചാ കുറെ ഫിഗോ, വാഗണറ്, പിന്നെ ചെറിയ അൾട്ടോകള്, പിന്നെ ZS-ലോ നാനകള് എല്ലാ വണ്ടികളും ഏത് വണ്ടിക്കും ആണെങ്കിലും നിങ്ങൾ വിളിച്ചോളി. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിടിലം ഒരു ZS-ലോ കേട്ടോ. ഇത് K സീരീസ് ഇഞ്ചന, വാഗണറിന്റെ അതേ ഇഞ്ചന വരിക. അത് ഇഞ്ചൻ റൂം ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. അവിടെ നിന്നോ. ആദ്യം ഇഞ്ചൻ റൂമാണ് നമ്മളെ ഫസ്റ്റ് കാണിക്കുന്നത്. കിഡിലും അതായത് പുതിയ മോഡൽ 2018-20 വരുന്ന K സീരീസ് ഫാനില് കാര്യമൊന്നും മാറാത്ത ഒറിജിനൽ K സീരീസ് ഇഞ്ചൻ. അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല. വെറും 70 ചില്ലാനും കിലോമീറ്റർ ആകെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. സർവീസ് കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. ഫാന് അപ്രോണ് കാര്യങ്ങളൊന്നും പൊട്ടിക്കാത്ത നല്ല വണ്ടി കേട്ടോ. പാന്റ് കാര്യമൊക്കെ കമ്പനി വന്ന പാന്റ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് 75,000 കിലോമീറ്ററുടെ ZS-ലോ വാഗണറിന്റെ ഇഞ്ചൻ വരുന്നത്. അതായത് വാഗണറിന്റെ അതിന്റെ ഹൈറ്റിൽ പോവും ചെയ്യാം. യാത്ര സുഖമൊക്കെ അല്ലേ. ഇന്റീരിയലൊക്കെ പറഞ്ഞ കറക്റ്റ് കമ്പനി സീറ്റാറ് കാര്യമൊക്കെ ആ ഒരു ചളിയും പൊടിയാകാത്ത 70,000 ഓടിയ വണ്ടിയൊന്നും ഇങ്ങനത്തെ കിട്ടൂല കേട്ടോ. 11 മോഡല് 1,40,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ചെറിയ വാഗണർ വാണ്ടികൾക്ക് കൊണ്ടുപോകാം. വാഗണറിന്റെ അതിൽ യാത്ര ചെയ്യേണ്ടവർക്ക്. AC, പവർ സ്റ്റാരിങ്, 2 ഡോറ്, വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ ZS-ലോ കേട്ടോ. K സീരീസ് ആണ് വരുന്നത്. ഇനി ZS-ൽ തന്നെ വെറും പുതിയ പേപ്പർ എടുത്ത് അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വെറും 95,000 രൂപക്ക് ആ ZS-ലോ കൊടുക്കാം. വൈറ്റ് കളറിൽ. ഇത് സിൽവർ ആണ്. ഇത് 1,40,000 കൊടുക്കാം. ഇതാവുമ്പോ എന്താ വെച്ചാൽ K സീരീസാ വരിക. അതാവുമ്പോ K സീരീസ് അല്ല വരിക. ഇത് ഒറിജിനൽ വാഗണറിന്റെ ഇഞ്ചൻ വരും. അത് പഴയ ടൈപ്പ് 29 വരെ പേപ്പറിലെ വണ്ടിയൊക്കെ 95,000 രൂപക്ക് നമുക്ക് 29 വരെ പേപ്പറിലെ ചെറിയ ആൾക്കാർക്ക് പാവങ്ങളുടെ ഇന്നോവ അറിയുന്ന മാതിരി ചെറിയ ഇന്നോവയാണ്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. ഇതൊന്നും വന്നിട്ട് ഒന്നും കുറ്റം പറയാണ്ടാവില്ല. അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. 1,40,000 കേട്ടോ. നിങ്ങൾ വണ്ടി വന്ന് നോക്കി പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മളെ ചെക്കിങ് വാറന്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഇവിടെ അതാണ് ഇതാണെന്ന് പറയണ്ട. ഒരു യാർഡിലും തരൂല നിങ്ങൾക്ക് വണ്ടി കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാനോ അല്ലെ നിങ്ങളെ നാട്ടിൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ അല്ലെ നമ്മളെ കുടുംബക്കാരുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ചങ്ങായി ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യട്ടെ വെച്ചാൽ നമ്മൾ വണ്ടി തരും. നിങ്ങൾക്ക് ഏത് വണ്ടി തരും. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോളി. അതിൽ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. 1,40,000 2011 K സീരീസ് AC പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ അല്ലെ പുതിയ ന്യൂ ഷേപ്പ് ZS കേട്ടോ. നമ്മൾ പരിചയപ്പെടുത്താൻ പോണ 2013 നാനോ മഞ്ഞക്കിളി എന്നറിയും. നല്ല അടിപൊളി വണ്ടി, വൃത്തിയില്ല മഞ്ഞ കളറ് വണ്ടി. 2013 അത് മോഡൽ കൂടിയ വണ്ടി കേട്ടോ. ഇഞ്ചൻ റൂമൊന്നും തിരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നല്ല വൃത്തിയില്ല. സീറ്റ് കവറ് കാര്യൊക്കെ ഉണ്ട്. ഇഞ്ചൻ റൂമൊക്കെ പറഞ്ഞാൽ നല്ല ഞാനൊക്കെ കാര്യമായിട്ട് വരല് ഇവിടെ വാ. മിനിറ്റ്. ഞാനൊക്കെ കാര്യമായിട്ട് വരല് തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഇല്ല കേട്ടോ. ഞാനെന്റെ നല്ല പക്ക തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഞാനാണ്. ബോണറ്റ് കാര്യമൊക്കെ ഒക്കെ പക്ക വണ്ടിട്ടാ. ഫാനില് കാര്യമൊന്നും മാറിയിട്ടില്ല. 2013 മോഡല് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല. 55,000 റുപ്യൊക്കെ കൊടുക്കണം കേട്ടോ. നല്ല സീറ്റാറൊക്കെ ഉണ്ടോ. നല്ല AC വരും. AC ഒക്കെ നല്ല കമ്പിളി പോപ്പ് ഇടേണ്ട മാറ്റ തണുപ്പാട്ടോ. AC പിന്നെ പവറിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന നാനോ ആരെങ്കിലും ചെറിയ സെയിൽസുകാർക്ക്, ചെറിയ ആവശ്യക്കാർക്ക്, ചെറിയ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക്, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായിട്ട് കൊണ്ടുപോകേണ്ട ടീമായിരിക്കും. അങ്ങനത്തേക്കൊക്കെ ഒരു പറ്റിയൊരു ഒതുങ്ങിയ വണ്ടിയാണ്. 2013 മോഡലും ഉണ്ട്. പിന്നെ 60 ജില്ലാന് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്ക്. അടിയമ്പറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തളാ. നമ്മള് പാർട്ടിയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ പേപ്പർ കാര്യമൊക്കെ പറഞ്ഞാല് ഇത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 2028 സെപ്റ്റംബർ വരെ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. 13 മോഡൽ വരുന്നത്. രണ്ടാമത്തെ ഓണറിൽ കിടക്കുന്ന നല്ല ടയറ് കാര്യമൊക്കെ പറഞ്ഞാൽ 80% ടയറ് കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനും ആരെങ്കിലും ചെറിയ വിലക്ക് ഞാനും ചോദിക്കണ 55,000 റുപ്യ കേട്ടോ. എവിടുന്നും കിട്ടൂല. 55,000 റുപ്യക്ക് 2013 നാനോ. 4 ടയറും പുത്തൻ ടയറുകളാട്ടോ. 80 95% തന്നെ ടയറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീറ്റാറൊക്കെ പറഞ്ഞാൽ നാനോന്റെ സീറ്റാറല്ലത്. ഇതൊക്കെ ഒരു വാഗണറിന്റെ സീറ്റാറിന്റെ ലുക്ക് ഉണ്ട്.
AC പവർ സ്റ്റാറിങ് പവറിന്റെ ഒക്കെ വർക്കിംഗ് കൊണ്ട് തുരുമ്പ് കരിമ്പൊന്നും ഇല്ലാത്ത മെയിൻ ഗ്ലാസ് ഒരു ചെറിയ ക്രാക്ക് വീണിക്കണ്. വേറെ മേജർ ഒന്നുമില്ല. ചെറിയൊരു കടിച്ചിലിങ്ങനെ അത് വിണ്ടേറി പൊട്ടൊന്നുമില്ല. ഈ സൈഡിക്ക് ഇങ്ങനെ പൊട്ടിങ്ങനെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വീണിക്കണു. വേറെ ഒന്നുമില്ല. 2013 മോഡൽ വണ്ടി ട്ടോ. അത് നമുക്ക് ചെറിയ വിലക്കാണ്. 55,000 റുപ്യ ഫൈനല് കിട്ടുകയാണെങ്കിൽ കൊടുക്കട്ടെ. അത് കുറയാനും പിടിക്കാനൊന്നും ഉണ്ടാവില്ല. ടയറൊക്കെ പറഞ്ഞാൽ 95% കട്ടുള്ള ടയർ 4 ഉണ്ട്. ഫുൾ ക്വാളിറ്റി വണ്ടി. ഓക്കെ നമുക്ക് അത് കുറെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഒരു വെയിലാണ്. ഈ നമുക്ക് ചെറുവണ്ടികളൊക്കെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ചോദിച്ചോളി. ഇതൊക്കെ ഡീസൽ വണ്ടി ഫിഗോ 2012 അലോവീല് 100 സെറ്റൊക്കെ അല്ലേ നമുക്ക് 1,40 കൊടുക്കാം. അതുപോലെ 40,000 അൾട്ടോ ഉണ്ട് 1,50 കൊടുക്കാം. 2012 ആണ്. അതുപോലെ തന്നെ VXI ആണ് ഇത്. മറ്റേ ഇതൊക്കെ 2015 മോഡല് പിന്നെ VXI വെറും 60,000 കിലോമീറ്റർ നല്ല കിടിലം വണ്ടിയാട്ടോ. ഇതൊക്കെ നമുക്ക് 310 VXI 2016 അല്ല 15 ഇത് ഒരൊറ്റ മിനിറ്റ് ഇതില് ഉണ്ടാവും കേട്ടോ. പേപ്പർ നമുക്ക് ഒക്കെപ്പാട് വാഗണർ ഒരു 5-6 വാഗണറുകൾ ഉണ്ട് കേട്ടോ. നിങ്ങള് വാഗണറൊക്കെ ചോദിക്കുന്നവരാണെങ്കിൽ നേരെ വന്നോളി. ഇത് 2015 മോഡൽ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2015 60,000 ആകെ ഓടിയിട്ടുള്ളൂ. VXI ആണ്. നമുക്ക് ചെറിയ പൈസ കിട്ടാം. 310 2015 VXI ഒക്കെ ഞങ്ങൾക്ക് എവിടുന്നേലും 310 കിട്ടും. നോക്കി VXI അതും ലോ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ വരെ. അതും KL10 KL10 1060 വണ്ടി നമ്പറൊക്കെ അല്ലേ. ടയറ് കാര്യമൊക്കെ 75% ടയറ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നമ്മള് കൊടുക്കണത് 310 നമ്മളിപ്പോ 3-4 വാഗണർ ഇതിൽ തന്നെ കാണിച്ചു. ഇനി അപ്പുറത്ത് യാർഡിലും വാഗണറൊക്കെ ഉണ്ട്. അൾട്ടോകള് ഇന്നൊക്കെ അൾട്ടോ 2011 കിടുകാച്ചി വണ്ടി അൾട്ടോ ഒക്കെ വരാണ്ട് കേട്ടോ. ചെറിയ 65,000 റുപ്യക്ക് അൾട്ടോ ഉണ്ട്. 70,000 റുപ്യക്ക് LXI അൾട്ടോ ഉണ്ട്. LXI റീപ്ലേസ് ഒന്നും ഇല്ലാത്ത 27 പേപ്പർ ഒക്കെ അല്ലേ ആൾട്ടോ 65 റുപ്യക്ക് ഉണ്ട്. 2006 മോഡൽ 26 ലാസ്റ്റ് വരെ റിന്യൂവല് കാര്യൊക്കെ അല്ലേ ആൾട്ടോ LXI നമുക്ക് 60,000 റുപ്യക്ക് ഉണ്ട്. കണ്ടമാനം വണ്ടികളുണ്ട്. ഞാൻ ഇതിൽ തന്നെ ഇനി വന്ന 2-3-4 വണ്ടികൾ പുതിയത് ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ വീഡിയോ ചെയ്യാത്ത അത് നമ്മൾ നാളെ ചെയ്യും. അവിടുത്തെ യാർഡിലാണ്. പിന്നെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മലപ്പുറം മോട്ടോഴ്സിനെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നാളെ തന്നെ വീഡിയോ ഇറങ്ങാണ്ട്. നാളെ രാവിലെ പുതിയ വണ്ടികൾ കുറെ പോളിഷിൽ നിന്ന് വരാനൊക്കെ ഉണ്ട്. അവിടെ 2-3 വാഗണറുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട് അപ്പുറത്ത്. അപ്പൊ അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ പറ്റിയതോ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കണ്ടമാനം വണ്ടികൾ പുതിയ കാര്യം ഉണ്ടാവുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പറ്റിയ വണ്ടികൾ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് വിളിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നല്ല വണ്ടികൾ ഇനി അവിടെ യാർഡില് നമ്മുടെ യാർഡ് തന്നെയാണ്. അവിടെ കുറെ വണ്ടികളുണ്ട് ഇന്ന് പുതിയത് കയറിയത്. അതൊക്കെ നമുക്ക് നാളെ ചെയ്യാം. പിന്നെ ലൊക്കേഷൻ വരുന്നത് പിന്നെ മഞ്ചേരി മലപ്പുറത്തിന്റെ അടിയിൽ ആനക്കയം സൗദിപ്പടി എന്ന് പറയാം. അതായത് മഞ്ചേരിന്ന് 5 കിലോമീറ്റർ പോരണം. മലപ്പുറത്ത് നിന്ന് 5 കിലോമീറ്റർ. പ്രോപ്പർ ലൊക്കേഷൻ പറയാണ് സൗദിപ്പടി. മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ പേര്. നിങ്ങൾ 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ടായി. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷന് കാറ്റലോഗ് കാര്യമൊക്കെ വിട്ടുതരും. 3-4 നമ്പർ കൊടുക്കും. ചിലപ്പോ എന്റെ നമ്പർ അടിയിലൊക്കെ കയറാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിളിക്കാൻ കിട്ടുന്ന ചെക്കന്മാരുടെ നമ്പർ ഉണ്ട്. നമ്മൾ വർക്ക്ഷോപ്പ് കൂടി ഒക്കെ ആകുമ്പോ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 2-3-4 നമ്പറിൽ ഒരു ഫോട്ടോ ഡീറ്റെയിൽ ഏത് ഫോട്ടോ വേണമെങ്കിൽ ഉള്ളും പുറമൊക്കെ വേണമെങ്കിൽ വിട്ടുതരും കേട്ടോ. എല്ലാ വണ്ടിയും കാറ്റലോഗിൽ ഉണ്ടാവും. കാറ്റലോഗ് വേണമെങ്കിൽ വിട്ടുതരും. അതില് വില കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് തരും. അപ്പൊ നിങ്ങള് പിന്നെ ഏത് വഴിക്കാ വരുന്നത് നമുക്ക് വിളിച്ചാൽ മതി. അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.